നല്ലൊരു കംഫർട്ടബിൾ സീറ്റിംഗ് ആണ് കിട്ടുന്നത്. നോർമൽ ലൂവർ അല്ല ചെയ്തിരിക്കുന്നത്. നോർമൽ ലൂവർ അല്ല, HDFന്റെ മേളിൽ മെറ്റീരിയൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ സ്പേസ് ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഒരു വീട്ടിൽ നമുക്ക് കിട്ടത്തക്ക HDFന്റെ മേളിൽ നമ്മൾ ഓട്ടോമോട്ടീവ് പെയിന്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 6mm ഗ്ലാസ് ആണ് ഇതിന്റെ മേളിൽ കൊടുത്തിരിക്കുന്നത്. അതെ, ഇതിപ്പോ നോർമലി ഇവിടെ എനിക്ക് തോന്നുന്നു ഷിയറും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരാൾക്കും 2500-2500 സ്ക്വയർ ഫീറ്റ് റേറ്റ് കിട്ടില്ല. ഇല്ല. നമസ്കാരം. നമ്മളൊരു വീട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻറ്റീരിയർ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മളെപ്പോഴും കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഉള്ളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റീരിയർ ഏറ്റവും ഭംഗിയാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇന്ന് അങ്ങനെ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന, അതേസമയം വളരെ മിനിമലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാനിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്ന എൻ്റെ സുഹൃത്തു കൂടിയായ എൽബ ഇൻറ്റീരിയേഴ്സാണ് പ്രശാന്തിൻ്റെ ടീമാണ് ഇത് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ തന്നെ ഒരുപാട് വ്യത്യസ്തതയുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. കാര്യം നമ്മൾ ഇതുവരെ ഒരുപക്ഷെ സംസാരിക്കാത്ത ഒരു പ്രൊഡക്റ്റിട്ടാണ് ഇവർ ഇതിൻ്റെ മുഴുവൻ ഇൻറ്റീരിയർ പ്രോജക്റ്റും വർക്ക് ചെയ്തിരിക്കുന്നത്. കാണാൻ പോകുന്നത് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം പ്രശാന്ത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ കാണുന്നത്. കാണലുണ്ട്, അല്ലാതെ ഒരു വീഡിയോയിലൂടെ കാണുന്നത് വിളിക്കുന്നതൊക്കെ അല്ലാതെ നമ്മുടെ ഒരു പ്രൊജക്റ്റിനായിട്ട് നമ്മൾ വീണ്ടും കാണുകയാണ്. അതെ. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്? ഇത് 2000 സ്ക്വയർ ഫീറ്റ്സ് ആണ് വരുന്നത്. മാങ്ങാനത്താണ് ലൊക്കേഷൻ. മാങ്ങാനത്ത് നമ്മുടെ ചാൻഡീസിന്റെ ടോൾ കൗണ്ടി. നമ്മുടെ കഞ്ഞിക്കുഴി നിങ്ങൾ താഴേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ പ്രൊജക്റ്റ് ഉള്ളത്. എനിക്ക് തോന്നുന്നു 2000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 3 BHK. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. തീർച്ചയായും ഒട്ടും കൺജസ്റ്റഡ് അല്ലാത്തൊരു ഫ്ലാറ്റ് കണ്ടു എന്ന് വേണം പറയാനായിട്ട്. തീർച്ചയായും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ എൽബ ഇന്റീരിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ. അതെ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഫാക്ടറി വരുന്നതൊക്കെ അവിടെയാണ്. അതെ. അത് കൂടാതെ നമുക്ക് എൽബ ട്രേഡേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു 10 എത്ര വർഷമായിട്ടുണ്ടോ? 42 വർഷമായി സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണ്. അതെ, കുര്യൻ സാറായിട്ട് അന്ന് സ്റ്റാർട്ട് ചെയ്തത് 42 കൊല്ലം. ഇപ്പോഴും ആ പ്രസ്ഥാനം അവിടെ തന്നെ നിൽക്കുന്നു, കാരിത്താസിന്റെ ഫ്രണ്ടിലുണ്ട്. പിന്നെ നമുക്ക് തിരുവല്ലയിൽ പെരുന്തുരുത്തിയിലുണ്ട് നമ്മൾ ബ്രാഞ്ച് ഉണ്ട്. ഇന്റീരിയറിന്റെ നമ്മളിപ്പോ പുതിയതൊന്ന് സ്റ്റാർട്ട് ചെയ്തത് പെരുന്തുരുത്തിയിലാണോ? നമ്മള് പെരുന്തുരുത്തി നമ്മൾ ഇന്റീരിയേഴ്സും ഉണ്ട്, ഫർണിഷിംഗും ഉണ്ട്. കൂടാതെ നമുക്ക് കാരിത്താസിലുണ്ട്, പിന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് ഇത് എല്ലാത്തിനും മാനുഫാക്ചറിംഗ് വരുന്നത്. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വർക്കിലേക്ക് വരാം. ഇതിലിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സോഫ വിത്ത് റഗ്, എനിക്ക് തോന്നുന്നു ഇത് ഫുൾ കസ്റ്റമൈസ്ഡ് ആണോ? എല്ലാം 100% കസ്റ്റമൈസ്ഡ് ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് തീമിലാണ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത്. ഇത് 5 സീറ്റർ സോഫയാണ്. ഇത് ഈ ഷേപ്പിലും ഈ ഡിസൈനിൽ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു, അങ്ങനെ ചെയ്തു. അത് മാത്രമല്ല, ഇതിൽ കംപ്ലീറ്റ് സ്പ്രിംഗ് ആണ് ഇതിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു ആക്ഷൻ ഇതിൽ കിട്ടും, ഇരിക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു കംഫർട്ടബിൾ സീറ്റിംഗ് ആണ് കിട്ടുന്നത്. അതായത് സ്പെക്ക് ഉണ്ടായിരുന്നു, അതെ സ്പെക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇത് വൈറ്റ് ആണ് ഇതിൽ ഫാബ്രിക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഇത് സ്കോച്ച് ഗാർഡ് ട്രീറ്റ്മെന്റും ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു പരിധി വരെ നമുക്ക് ക്ലീനിങ് വളരെ എളുപ്പമാണ്. ഇതിന് മേളിലോട്ട് ഇപ്പം ജസ്റ്റ് വെള്ളം വീണാലോ ചായ വീണാലോ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷെ അതൊരു ഇരുന്ന് അത് ഉള്ളിലോട്ട് വലിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് അത്ര എളുപ്പമായിരിക്കത്തില്ല. എന്നാലും ഒരു പരിധി വരെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് വെള്ളം നനച്ച് ക്ലീൻ ചെയ്തെടുത്താൽ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. ഇത് കാണുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു കർവി ഷേപ്പ് യഥാർത്ഥത്തിൽ അതിനെ ഭയങ്കരമായിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു വോളായിരുന്നു. ആ നോർമൽ വോളായിരുന്നു. ആ വോളിനെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എൻഡ് റിസൾട്ട് ആണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മൾ ഒരു ഫോൾസ് വോൾ ആണ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ? കാൽസ്യം സിലിക്കേറ്റ് വെച്ചിട്ട് ഒരു ഫോൾസ് വോൾ ചെയ്ത് അതില് ഈ ആർച്ച് ഷേപ്പ് മേക്ക് ചെയ്തിട്ട് അതിന്റെ അകത്ത് നമ്മൾ ഈ ട്രോപ്പിക്കൽ തീമിലുള്ള വാൾപേപ്പർ കസ്റ്റമൈസ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു വാൾപേപ്പർ, അതുപോലെ ഈ ഇട്ടിരിക്കുന്ന റഗ്, നമ്മൾ കാണാൻ പോകുന്ന കർട്ടൻ, ഇതൊക്കെ നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് ആണ്. യെസ്, എല്ലാം ഓൺ പ്രൊഡക്റ്റ് ആണ്. ഈവൻ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു സെന്റർ ടീപ്പോയി ആണെങ്കിൽ പോലും എല്ലാം നമ്മുടെ ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത്. ഇവൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ടൈലും ഇതിന്റെ എല്ലാം ടോപ്പ് എല്ലാം സെയിം ഒരുപോലെയാണ്. തീം എല്ലായിടത്തും സെയിം പ്രോഡക്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ TV യൂണിറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് HDFന്റെ മേളിൽ നമ്മൾ ഓട്ടോമോട്ടീവ് പെയിന്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നോർമൽ ലൂവർ അല്ല ചെയ്തിരിക്കുന്നത്. HDFന്റെ മേളിൽ ഓട്ടോമോട്ടീവ് പെയിന്റ് ആണ്. പിന്നെ അതിലൊരു
ഒരു പ്രീമിയം എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ബ്രാസ് സ്ട്രിപ്പാണ് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ടല്ലേ, ബ്രാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ബോട്ടത്തിലും കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ലോങ് വ്യൂവിലാണ് അതിന്റെ കിട്ടുക. പിന്നെ വെർട്ടിക്കൽ വന്നേക്കുന്നിടത്ത് ലൂവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ചാർക്കോളോ WPC ലൂവേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ഒക്കെ ലൈറ്റ് സ്പ്ലാഷ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ട്, താഴെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ഇവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾ ആ സ്പേസ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ നോർമലി ഫ്ലാറ്റുകൾ വരുന്ന ഏറ്റവും വലിയ ഡിഫക്റ്റ്, നമുക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 5-8 പേര് വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റിൽ വരുന്ന കസ്റ്റമേഴ്സിനെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് ഇതാണ്. ഗസ്റ്റ് ഒരു 5 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് മാക്സിമം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ നിൽക്കണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് ചെയർസ് കൊണ്ടുവരണം. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 സ്റ്റൂൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ TV യൂണിറ്റിന്റെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് സീറ്റിംഗ് കിട്ടത്തക്ക രീതിയിലുള്ള സ്പേസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരിക്കാമോ? ഇവിടെ ഇരിക്കാം. ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. മുതിർന്ന ഒരാൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന കറക്റ്റ് നമ്മൾ ഓട്ടോമേഷൻ ട്രാക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 1 ടച്ച് ഓപ്പറേഷൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 ടച്ച് ആയിട്ടും ചെയ്യാം, നമുക്ക് റിമോട്ട് ഓപ്പറേറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ മൊബൈലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. എനിക്ക് ഇവിടെ അറിയേണ്ടത്, നോർമലി നമ്മൾ ഈ പറഞ്ഞ കിച്ചൺ, പ്രത്യേകിച്ച് നമ്മുടെ അപ്പാർട്ട്മെന്റ് കിച്ചൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ഇഷ്യൂ എന്താ, ഇതുപോലെ ഓപ്പൺ കിച്ചൺ നമുക്ക് കിട്ടലില്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 100% ഓപ്പൺ കിച്ചൺ എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും. ഇത് നമുക്കിവിടെ ഉണ്ടായിരുന്നോ, നമ്മൾ ചെയ്തെടുത്തോ? അല്ല, ഇവിടെ നമ്മളിപ്പം ലിവിങ്ങിൽ കണ്ട ഒരു ഓപ്പൺ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സ്പേഷ്യസ്നെസ് നമുക്ക് എല്ലാത്തിലും കിട്ടണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ഒരു വോളായിരുന്നു, വോളിലും കൊടുത്ത് ഇവിടെ ഒരു ഡോർ ആയിരുന്നു. അപ്പൊ അതിനെ ഈ വോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഹാഫായിട്ട് ബ്രേക്ക് ചെയ്ത് അവിടെ നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ട് ഈ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതാണ് നമ്മൾ ഇതിൽ നമ്മൾ ലൈറ്റ്സും കൊടുത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളൊരു കോമൺ സ്പേസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ലിവിങ്, ഡൈനിങ്, കിച്ചൺ, അപ്പൊ നമുക്ക് ഒരു കൂടുതൽ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫ്ലാറ്റിൽ ഒരു 2000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾ ഇവിടെ ഒരു 25 ആൾക്കാരുടെ വരെയും ഞങ്ങൾ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി കിട്ടത്തക്ക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതെന്താ മെറ്റീരിയൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്? ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രീ ലാമിനേറ്റഡ് മാറ്റ് ഫിനിഷ് വരുന്ന അക്രിലിക് ഷീറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫിംഗർ റെസിസ്റ്റന്റ് ആണ്. നോ ഫിംഗർ ടച്ച് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. പിന്നെ മാത്രമല്ല ഒരു ബേബി സാറ്റിൻ ഫിനിഷ് ആണ്. നമ്മുടെ ബേബി സാറ്റിൻ ടൈലുകളിലൊക്കെ കാണുന്ന പോലുള്ള ഒരു സാധനം ഇതിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടില്ല. ഗോള പ്രൊഫൈലാണ്. അതെ, ഗോള പ്രൊഫൈലാണ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഇത് കുറച്ച് ആ സ്പേഷ്യസ് വലിയൊരു കിച്ചൺ ആണെന്നുള്ള ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ലോഫ്റ്റ് വരെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതും സിംഗിൾ കളർ ഉപയോഗിച്ചിട്ടുള്ളൂ കംപ്ലീറ്റ് ഏരിയയിൽ. ഇപ്പോഴത്തെ ഒരു പ്രീമിയം കിച്ചൺസ് എല്ലാം തന്നെ സിംഗിൾ കളർ. പഴയ ഒരു കോൺസെപ്റ്റ് ആണ്, താഴെ ഒരു കളർ, മേളിലൊരു കളർ. അപ്പൊ അത് മാറ്റിയിട്ട് കംപ്ലീറ്റ് സിംഗിൾ കളറിൽ തന്നെ ഗോള പ്രൊഫൈലിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ്. ആക്സറീസ് എല്ലാം തന്നെ ഒരുവിധം കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. ഞങ്ങളിപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന കിച്ചൺ ആയത് കാരണമാണ് തുറന്നു കാണിക്കാത്തത്. അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും തുറന്നു കാണിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത് ഗ്ലാസ് എനിക്ക് തോന്നുന്നു PVD കോട്ടൺ ആണെന്ന് വിചാരിച്ചു. PVD കോട്ടൺ. യെസ്. ഇതുപോലുള്ള ആക്സസറീസ് എനിക്ക് തോന്നുന്നു കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളെപ്പോഴും ഇതിന്റെ പ്രൈസ് പോലും വേരി ആവുന്നത്. അപ്പൊ ഏത് മെറ്റീരിയൽ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാന്ന് പറയുന്ന ഒരു തീർച്ചയായിട്ടും ഓപ്ഷൻസ് ധാരാളം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ ക്യാബിനറ്റ്സ് നമ്മൾ കാക്കേസ് ചെയ്തിരിക്കുന്ന WPC-യിലും ഷട്ടേഴ്സ് മാത്രമാണ് ഈ മെറ്റീരിയൽ. ബാക്കി ഫുൾ WPC ആണ്. WPC-യിലാണ് ചെയ്തിരിക്കുന്നത്. ശരി. നമ്മുടെ മൊത്തം പ്രോജക്റ്റ് ഏറെക്കുറെ അങ്ങനെ വരിക. കിച്ചൺ നമ്മൾ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് വാഷ് യൂണിറ്റ് മാത്രം WPC ചെയ്യും, ബാക്കിയുള്ള സ്പേസ് എല്ലാം നമ്മൾ മറൈൻ പ്ലൈവുഡ് ചെയ്യും. അപ്പൊ ഈ ഫ്ലാറ്റിൽ നമ്മൾ കംപ്ലീറ്റ്ലി മറൈൻ പ്ലൈവുഡ് ഒഴിവാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരിടത്ത് പോലും നമ്മൾ മറൈൻ പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടില്ല. ബാക്കി പകരം യൂസ് ചെയ്തിരിക്കുന്നത് HDHMR ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. HDF നമ്മൾ ലൂവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറീനോട് ഫാബ്വുഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ബെഡ്റൂംസിലോട്ട് വരുമ്പോൾ കാണാം ആ പ്രോഡക്റ്റ്. അതെ. ഇവിടെ നമ്മളിപ്പം ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ്റെ കൊടുത്ത് സാധാരണ കിച്ചണിലൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽറ്റി നമ്മുടെ മോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡിൽ തന്നെ നമ്മളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ വരുന്ന സ്പേസിൽ അത് അങ്ങോട്ട് വെക്കാം, ഹിഡൻ ആയിട്ട് അവിടെ ഇരുന്നോളും. തൂക്കിയിടുകയോ അല്ലെങ്കിൽ നമുക്ക് അവിടെ വെക്കുകയൊക്കെ. അതെ. പിന്നെ ഈ വാഷിംഗ് മെഷീൻ ഉള്ളപ്പോൾ അതിന്റെ ഡിറ്റർജന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ സ്പേസ് ഉപയോഗിക്കാം.
ഇതൊക്കെ ഒരു 100% കസ്റ്റമൈസേഷന്റെ ഭാഗമായി. അതെ, തീർച്ചയായിട്ടും എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ച് അതുപോലെ ചെയ്യാന്നുള്ളത് തീർച്ചയായിട്ടും ആവശ്യമുള്ളൂ. അതെ. ഇനി എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ഇത് ഓരോന്നും ഇവിടുത്തെ 100% കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് ഓൾറെഡി കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ആ ഒരു അക്കോമഡേഷന്റെ ഭാഗമായിട്ടാണോ ഇത്രയും വലിയൊരു? തീർച്ചയായിട്ടും. അപ്പം നോർമലി ഫ്ലാറ്റുകളിൽ കാണുന്ന ഏറ്റവും വലിയൊരു വേറൊരു ഡിഫക്റ്റ് ആണ് ഈ പറയുന്ന ഡൈനിങ് സ്പേസ്. സാധാരണ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ മാത്രമേ ഉള്ളൂ ഒരു ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സോ വേറെ ക്രോക്കറി ഷെൽഫോ ഒന്നും ഈ സ്പേസിൽ കൊടുത്തിട്ടില്ല. അതിന് വേറെ നമ്മുടെ കിച്ചൺ വലുതാണ്. കിച്ചണിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ ഈ സ്പേസ് ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ, ഒരു വീട്ടിൽ നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള 8 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഫോൾ സീലിംഗ് നിങ്ങൾ കൊടുത്തിട്ടില്ല? ഇല്ല. നോർമലി ഇതുപോലൊരു ഹാങ്ങിങ് ലൈറ്റ്, ദെൻ ഇതുപോലുള്ള എനിക്കൊന്ന് എസ്തെറ്റിക് എലമെന്റ്സ് മാത്രം ആഡ് ചെയ്യുന്നു, വെയിൻസ്കോട്ട് കൊടുക്കുന്നു, അതിലപ്പുറം ഒരു ഫോൾ സീലിംഗ് നമ്മളിവിടെ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ? അത് വേണ്ടെന്ന് കസ്റ്റമർക്കായിരുന്നു? എന്താണ് ഇത് സ്പേഷ്യസ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കോൺസെപ്റ്റും നമുക്ക് സ്പേഷ്യസ് ആയിട്ട് കിട്ടുക, കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം ഈ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ആണ് അല്ലെ ഒരു ചെറിയ ഫ്ലാറ്റ് ആണ് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മളൊരു ജിപ്സം സീലിംഗോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്ര ഹൈറ്റ് താഴോട്ട് 30 സെന്റിമീറ്റർ മിനിമം എങ്കിലും താഴോട്ട് വരും. അപ്പൊ അതനുസരിച്ച് കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ സീലിംഗ് തന്നെയാണ് അത് കട്ട് ചെയ്ത് വയറിംഗ് എല്ലാം അത് പ്രീ പ്ലാൻഡ് ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഓരോ ലൈറ്റ്സും അതുപോലെ ഹാൻഡ് പിക്ഡ് ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പൊ അത് നമുക്ക് ഇപ്പം എൽബ ചെയ്യുന്നതിൽ ഹോൾ സീലിംഗ് അല്ലാതെ നോർമലി ഉൾപ്പെടും. ഫോൾ സീലിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. ഫോൾ സീലിംഗ് ചെയ്യുന്നുണ്ട്. അത് പല ഇൻസുബോർഡ് പോലെയുള്ള മെറ്റീരിയൽ അടക്കം എല്ലാ ഫോൾ സീലിംഗ് വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫ്ലാറ്റിനെ സംബന്ധിച്ച് അത് ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കിയതാണ്. ആവശ്യമില്ലായിരുന്നു, ഒഴിവാക്കി. വാഷിംഗ് യൂണിറ്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതെ, കോമൺ വാഷ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമ്മളൊരു മൊറോക്കൻ തീമിലുള്ള ടൈല്, അതേ തീമിൽ തന്നെ വരുന്ന വാഷ് കൊടുത്തിട്ടുണ്ട്, ബൗൾ കൊടുത്തിട്ടുണ്ട്. താഴെ വരുമ്പോഴത്തേക്കോ താഴെ വരുമ്പോൾ 3 സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ? മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി നമ്മൾ സാധാരണ കാണുന്നത് പോലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം അല്ല, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതെ. ഇവിടെ ഇത് ഏതൊക്കെയാണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാട്ടെ. ഇവിടെ ഇപ്പം ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മെറീനോട് ഫാബ്വുഡ് ആണ്. ഫാബ്വുഡ് തന്നെയാണ് അല്ലേ? അതെ, ഒരു പൈൻവുഡ് ഫിനിഷ് വരുന്ന ലാമിനേറ്റ് ആണ് അതിൽ വന്നിരിക്കുന്നത്. രണ്ട് സൈഡ് ടേബിൾസ് ഉണ്ട്. ഹെഡ് ബോർഡ് നമ്മൾ അപ്പോൾസ്ട്രി ആർട്ടിഫിഷ്യൽ ലെതറിൽ അപ്പോൾസ്ട്രി ചെയ്തേക്കാണ്. ആ സെയിം കോമ്പിനേഷൻ തന്നെയാണ് കോട്ടിന്റെ സൈഡ്സിലും. കോട്ടിന്റെ സൈഡ്സിലും അതേ ഡിസൈനിലുള്ള മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ഇങ്ങോട്ടും കൊണ്ടുവന്നിരിക്കുന്നതാണല്ലേ? ഇങ്ങോട്ടും കൊണ്ടുവന്നിരിക്കുന്നത് അത് തന്നെയാണ്. അതായത് ഈ ഫുൾ എന്താ പറയാ ഒരു പൈൻവുഡ് തീമിലാണ് പൂർണ്ണമായിട്ടും ഫുൾ വർക്ക് പോയിരിക്കുന്നത്. അതെ. ഇതും ഫാബ്വുഡ് ആണോ? അതെ, അതും ഫാബ്വുഡ് തന്നെയാണ്. ഇവിടെ നമ്മൾ വേറെ ഷട്ടേഴ്സിൽ കൊടുത്തിരിക്കുന്ന മേജർ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ രത്തൻ കെയിൻ ഫിനിഷ് വരുന്ന നോർമൽ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് സിംഗിൾ ലെയർ ഇത് മാത്രം കൊടുക്കും. അപ്പം നമുക്ക് 2 ഡിഫക്റ്റുകളാണ് ഉള്ളത്. ഒന്ന്, ഇതിൻ്റെ അകത്ത് ഡസ്റ്റ് കയറും, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. 2, ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇത് സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പം ഇത് ലൂസ് ആയി പോകുന്ന ഒരു ഇഷ്യൂ അതിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇത് 2 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഗ്ലാസ് സാൻഡ്വിച്ച് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇവിടെയും ഗ്ലാസ് ഉണ്ട്, അതിന്റെ ബാക്ക് സൈഡിലും ഗ്ലാസ് ഉണ്ട്, ബാക്കിലും ഗ്ലാസ് ഉണ്ട്, ഇവിടെയും നമുക്ക് ഗ്ലാസ് കാണാൻ സാധിക്കും. അപ്പൊ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നോളും. അതെ, കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നോളും. അത് വേറെ ഡസ്റ്റ് കേക്കോ വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഇവിടെ ഒരു ബേവിൻഡോ ഉണ്ട്. അതെ, ഇവിടെ നമ്മളിപ്പം നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് അടച്ചിടാം, ക്ലോസ് ചെയ്തിടാം. നോർമൽ കണ്ടീഷനിൽ ഇത് നമുക്ക് ഒരു സീറ്റിംഗ് സ്പേസ് ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്തേക്കുന്നത്. സ്റ്റോറേജ് കിട്ടണം. ഇതിന് ബോട്ടം സ്റ്റോറേജ് ഉണ്ട്. ഈവൻ കോട്ട് ലിഫ്റ്റ് അപ്പ് ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രോളിക് ആണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ ഒരു കുറവില്ലേ? അതിന് പകരം നമുക്കിപ്പോൾ ഉള്ള സ്പേസിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, നമുക്കിപ്പം മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് മുഷിഞ്ഞത് ഇടുകയും ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ഡ്രസ്സ് ചെയ്യാൻ പാകത്തിനുള്ള നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ ഇതിനെന്തൊക്കെയാ പ്രത്യേകത? ഇതിൽ തന്നെ എന്തോ ഒരു ലൂവേഴ്സ് ആണ്. ഇത് HDFന്റെ മേളിൽ നമ്മൾ ഓട്ടോമോട്ടീവ് പെയിന്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ചൈൽഡിഷ് എലമെന്റ് കൊണ്ടുവരികയും ചെയ്യണം. 2-3 പെൺകുട്ടികളാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കുറച്ച് പിങ്ക് തീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കർട്ടനിലൊക്കെ ആണെങ്കിലും ഫ്ലോറൽ
നമ്മൾ ട്രിമ്മിങ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബാൻഡ് പോലെ അല്ലേ? അതെ അതെ, ഇത് 4 ഇഞ്ച് ട്രിമ്മിങ്സ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന റോമൻ പ്ലൈന്റ് ആണ്. റോമൻ ആണ് അല്ലേ? റോമൻ പ്ലൈന്റ് ആണ് ഇവിടെ. ഇതിവിടെ കട്ടനിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് കാണിച്ചു. അതെ അതെ, കട്ടനും ഉണ്ട്. ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഏത് സൈസിലൊക്കെ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യാം. ഡ്രസ്സിങ് ഇവർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഡ്രസ്സിംഗ് ടേബിൾ എന്നുള്ള കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് സ്ലൈഡിംഗ് വാർഡ്രോബ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ലൈഡിംഗ് വാർഡ്രോബിന്റെ നമ്മൾ സെയിൻകോബിന്റെ പ്ലാൻ ലോക്ക് ഗ്ലാസ് ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ലൈഡിംഗ് ആണ്. ബേസ് മെറ്റീരിയൽ ഇത് പ്ലൈവുഡിന്റെ മേളില് നമ്മൾ 4mm ടെമ്പർ ഗ്ലാസ്, 4mm 6mm ഗ്ലാസ് ആണ് ഇതിന്റെ മേളിൽ കൊടുത്തിരിക്കുന്നത്. ഇത് പ്രശ്നം വരികയല്ല, സാഗിങ് പ്രശ്നം ഇല്ല. പ്ലൈവുഡ് ബോത്ത് സൈഡ് ലാമിനേറ്റ് ചെയ്ത് എഡ്ജ് വൈൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ സ്പേഷ്യസ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്ലൈഡിംഗ്. അതെ. ഇവിടെ വാർഡ്രോബിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആയിരുന്നു. അവിടെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു. അതിന് മേളിൽ ലോഫ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കുറച്ച് മുന്നേ നമ്മൾ കണ്ട ആ ഒരു റോമൻ ബ്ലൈൻഡ്സിന്റെ തന്നെ എക്സാക്ട്ലി മാച്ചിങ് ആയിട്ടുള്ള ആ സെയിം തീമിൽ തന്നെ. ഇപ്പൊ നമ്മളിവിടെ ജസ്റ്റ് ആ ഒരു വൈറ്റ് കർട്ടൻ ഇടുന്നതിന് പകരം അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ട്രിമ്മിങ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. എംബ്രോയിഡറി അതങ്ങനെ നമ്മൾ ഇപ്പോ ഇതല്ല വേറൊരു കളർ വേണം അല്ലെങ്കിൽ വേറൊരു തീം വേണം, നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതെ, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ കൂടുതലും ആർക്കിടെക്ട്സ് ഒക്കെ അവരുടെ പ്രീമിയം പ്രൊജക്ട്സിലൊക്കെ ഇത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇതിപ്പം ഈ റൂമിൽ ജസ്റ്റ് ഇമാജിൻ ഇതൊരു വൈറ്റ് ഫാബ്രിക്കിന്റെ മേളിൽ ഇത് മാത്രം ചേഞ്ച് ചെയ്ത് ഒരു ഗ്രീനിലോട്ടാക്കുകയോ ബ്ലൂ ആക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിന്റെ എൻറ്റയർ തീം മാറി. ഫാബ്രിക് മാറാതെ തന്നെ നമുക്ക് കംപ്ലീറ്റ് കോൺസെപ്റ്റ് മാറ്റാൻ വേണ്ടി സാധിക്കും. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ ഏതും വേണം നമുക്ക് കൊടുക്കാവേ. ഇതിപ്പോ നോർമലി ഇവിടെ എനിക്ക് തോന്നുന്നു ഷിയറും കൊടുത്തിട്ടുണ്ട്. ഷിയറും ബാക്കൗട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കളർ മാറ്റാൻ അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാന്നുള്ളതാണ്. പെൽമെറ്റ്സ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. നമ്മള് ഈവൻ ലിവിങ്ങിലും നമ്മളിപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ടിടത്തും ഒക്കെ പെൽമെറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പെൽമെറ്റ്സ് ആഡ് ചെയ്തേക്കുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സെയിം വുഡ് ഏതാണോ ആ വുഡ് തന്നെയാണ് ഇവിടെ പെൽമെറ്റ്സ് കൊടുത്തിട്ടുള്ളത്. പെൽമെറ്റ്സ് കൊടുത്തിരിക്കുന്ന പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർട്ടന്റെ ഒക്കെ ട്രാക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വെളി വിസിബിൾ ആകാതിരിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഇവിടെ അവർക്കുള്ള ഒരു സ്റ്റഡി ഏരിയ ഡെഡിക്കേറ്റഡ് ആക്കി കൊടുത്തിട്ടുണ്ടല്ലേ? ചെറിയൊരു സ്റ്റഡി സ്പേസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ മേളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സൈഡിലൊരു സ്റ്റോറേജ് യൂണിറ്റ്, വെർട്ടിക്കൽ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഈ റൂമിൽ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ബെഡ്റൂം അല്ലേ? അതെ. ഇവിടെ സീരിയസ്ലി എനിക്ക് ഈ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബെഡ്റൂം. കാര്യം എനിക്ക് ഈ ഡാർക്ക് കളറിനോടൊക്കെ വലിയ താല്പര്യം. ഈ ഒരു ഗ്രീന്, ഇതും നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾസ്റ്ററി ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത്. ഇത് വെൽവെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വെൽവെറ്റ് ഷെയ്ഡ് ഷെയ്ഡ് ഫ്രീ ആയിട്ടുള്ള വെൽവെറ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ അപ്പോൾസ്റ്ററി ചെയ്ത് ഫോം വെച്ചിട്ട് അപ്പോൾസ്റ്ററി ചെയ്തേക്കുന്നതാണ്. മേളില് നമ്മൾ വെയിൻസ്കോട്ട് കൊടുത്തിട്ട് ഈ ഒരു സ്പേസ് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വാൾപേപ്പർ തനിയെ ഒട്ടിച്ച് അതിന്റെ മേളിൽ വെയിൻസ്കോട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ആംബിയൻസ് മൊത്തത്തിൽ മാറി, കംപ്ലീറ്റ് ചേഞ്ച് ആയി. ഇത് ഈ ഏരിയ കംപ്ലീറ്റ്ലി നമുക്ക് വേണമെങ്കിൽ വാൾപേപ്പർ ചെയ്യാമായിരുന്നു. അതിന് പകരം അപ്പൊ അത് ഒത്തിരി ക്രൗഡഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ ഒരു വെയിൻസ്കോട്ട് ആഡ് ചെയ്ത്. എന്നിട്ട് നമുക്ക് സൈഡിലൊരു ഗോൾഡൻ ഫ്രെയിം വരുന്ന ഒരു മിറർ, ഓവൽ ഷേപ്പ് ഡ്രസ്സിംഗ് യൂണിറ്റ്. ഫ്ലാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ചെറിയ എലമെന്റ്സ് വെച്ചിട്ട് വേണം നമ്മൾ പ്ലേ ചെയ്യാൻ വേണ്ടി. അപ്പൊ കൺജഷൻ ഫീൽ ചെയ്യാൻ പാടില്ല. പക്ഷെ എല്ലാം വേണം താനും. ഇവിടെ വന്നിട്ട് നമുക്ക് യൂട്ടിലിറ്റി ആവശ്യമാണ്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ വേണം. നമുക്ക് ഡ്രസ്സിങ്ങും പർപ്പസ് അവിടെ ആയി. ഇതുപോലെ തന്നെ വാൾപേപ്പർ ഇവിടെ വന്നു. നമുക്ക് ഈ കോട്ട് കിങ് സൈസ് കോട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ഭയങ്കര സ്പേഷ്യസ് ഏരിയ കേട്ടോ. അതെ, നിങ്ങൾ വർക്ക് സ്റ്റേഷൻ പോലെ ചെയ്തതാണോ അതോ? അതെ, ഇതുപോലെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ റോമൻ പ്ലൈന്റ് വിത്ത് ബോത്ത് സൈഡ് നമ്മൾ ട്രിമ്മിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഗ്രീൻ തീം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൈൻഡ്സിനും ആ ഗ്രീൻ തീം ഉണ്ട്. നമ്മുടെ ഹെഡ് ബോർഡിനും അത് തന്നെ കൊടുത്തു. ഇവിടെ വരുന്ന വാർഡ്രോബിനും ആ ഗ്രീൻ തീം. ഇത് നമ്മളെ ഫാബ്വുഡ് ആണോ ചെയ്തിരിക്കുന്നത്? ഇതിന്റെ ഷട്ടേഴ്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ മാറ്റ് ഫിനിഷ് പ്രീലാമിനേറ്റഡ് അക്രിലിക് ഷീറ്റ് ആണ്. കിച്ചണിൽ നമ്മൾ കണ്ട അതേ പ്രോഡക്റ്റ്, അതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ് ആണെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായി. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മെറീനോയുടെ ഫാബ്വുഡ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കൊരു എന്താ പറയുക, നോർമലി ഒരു പ്ലൈവുഡ് കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ പ്ലൈവുഡ് ചെയ്യുന്നതിനേക്കാളും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഡ്യൂറബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. യെസ്. പക്ഷെ അത് നമ്മളിപ്പോൾ പറഞ്ഞത് ആക്ച്വലി ഈ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രൊജക്റ്റിന്
ഒരിക്കലും നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം പലപ്പോഴും നമ്മളും പറഞ്ഞിട്ടുണ്ട് 2100 സ്ക്വയർ ഫീറ്റ്, 2400 സ്ക്വയർ ഫീറ്റ് എന്ന്. പക്ഷേ ഒരാൾക്കും 2100, 2500 സ്ക്വയർ ഫീറ്റ് റേറ്റ് കിട്ടില്ല. ഇല്ല. റീസൺ, നിങ്ങളൊരു കൊട്ടേഷൻ എടുക്കുമ്പോഴത്തേക്കാണ് എപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2000 പറയാം, അല്ലെങ്കിൽ ഒരാൾ 2000 പറയാം, ഞാൻ 1950 തരാന്ന് പറയാം, അങ്ങനെ വേണമെങ്കിൽ പറയാന്നുള്ളത്. പക്ഷെ അത് റിയാലിറ്റി അല്ല ഇതൊന്നും. ഇനിയിപ്പോ ഈ 1950 അതുപോലെ 2000 ഒരു അട്രാക്ഷൻ അല്ല. ഒരിക്കലും അല്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഒരു 2D ഡ്രോയിങ് അതുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അയച്ചു തന്നാൽ അതിനൊരു വളരെ കൃത്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് നമ്മുടെ പ്രൊജക്റ്റ്? നമ്മൾ ഒന്ന് പറഞ്ഞാണ്, എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് കേരളത്തിൽ എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏത് വിധത്തിലുള്ള മെറ്റീരിയൽസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്, അത് അവരുടെ നീഡ് അനുസരിച്ച്. ഇപ്പോൾ ഈ ഒരു ഫ്ലാറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, നമുക്ക് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കൂടുതൽ പേരെ അക്കോമഡേറ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു വീട്ടിൽ കിട്ടുന്ന കംഫർട്ട് ഫ്ലാറ്റിൽ കിട്ടുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ആവശ്യം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നോക്കിയേക്കുന്നത്. താങ്ക് യു അജയ്. താങ്ക് യു സോ മച്ച്. ഇനിയും കാണാൻ സാധിക്കട്ടെ. തീർച്ചയായും. എടുത്തു പറയുന്നത് സർവീസാണ്. എനിക്ക് തോന്നുന്നു എനിക്കൊരു 5-8 കൊല്ലമായിട്ട് അറിയുന്ന ഒരു ഫേം, പേഴ്സണലി അറിയുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ മികച്ച സർവീസ് മികച്ച രീതിയിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഇത് കൂടാതെ കുറച്ച് മുന്നേ ഞങ്ങൾ പറഞ്ഞ തിരുവല്ലയിൽ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇന്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അടങ്ങുന്ന ഒന്നാണ്. അതിൻ്റെ ഒരു വീഡിയോ ബാക്കിൽ വരും, അത് നിങ്ങൾ കാണാം. അതും വന്ന് കണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. വേണം കാണാം മറ്റേ മികച്ച വീഡിയോ. അതുവരെയും ഞങ്ങൾ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.